ഹലോ, ഇന്നിതാ ഒരു കുറേ വലിപ്പമില്ലാത്ത ഒരു ഡേ മൈ ലൈഫാണ് കേട്ടോ. ഞാൻ പുറത്തു പോകുമെന്ന് വിചാരിച്ചിട്ടില്ല, പിന്നെ എങ്ങനെ പോയതാണ്. അപ്പോൾ ഇതാ ഇന്ന് മദ്രസയിൽ പ്രവേശനോത്സവമൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റേക്കാണ് ചപ്പാത്തിയും അതേപോലെ തന്നെ ചിക്കൻ കറിയാണ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചിക്കൻ കറിയൊക്കെ കൂട്ടി ചപ്പാത്തി കഴിച്ചതിന് ശേഷം വേഗം പോയി അടിച്ചാലും തുടക്കലും എല്ലാം വേഗം കഴിച്ചു. ഇന്ന് മഞ്ചേരിക്ക് പോകാനുള്ളതാണല്ലോ. അപ്പോൾ ഇങ്ങനെ പരിപാടി ഉണ്ടായെങ്കിൽ വേഗം പണിയൊക്കെ കഴിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ അടിച്ചുവാരലും തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ടോ, ഫ്രഷ് ആയിട്ടില്ലേനു. പിന്നെ ഞങ്ങളിതാ മഞ്ചേരിക്ക് പോവാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നിന്നൊരു ഓട്ടോ കിട്ടി. അപ്പോൾ ഞങ്ങൾ അതിൽ പോയിട്ടോ. പിന്നെ ആദ്യം പോയത് ഞാൻ പ്രിൻ്റ് എടുക്കാനാണ് കേട്ടോ. അനിയത്തിക്ക് ഒരു ചെരുപ്പ് നോക്കണം പറഞ്ഞിട്ട് ഒരു ചെരുപ്പം കടയിൽ കയറി ഇന്നെ നേരെ പ്രിൻ്റ് എടുക്കാനും പറഞ്ഞിട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഞാൻ പ്രിൻ്റ് എടുത്തതൊക്കെ വാങ്ങിയതിന് ശേഷം നേരെ ചെരുപ്പം കടയിലേക്കാണ് ചെന്നത്. അവിടെ ചെന്നപ്പോൾ ഒന്നും പറ്റിയില്ല. പിന്നെ ഉമ്മാക്കൊരു ചെരുപ്പ് എടുത്തു. പിന്നെ ഉമ്മ ഫ്രിഡ്ജിൽ വെക്കാനൊരു പാത്രം തിരഞ്ഞിക്കാണ് കേട്ടോ. അപ്പോൾ ഉമ്മ അതും വാങ്ങി. പിന്നെ ഒരു തുടക്കണ വടിയൊക്കെ വാങ്ങിട്ടോ. പിന്നെ അനിയത്തിക്കാട് ചെരുപ്പ് പറ്റാത്തതുകൊണ്ട് ഇവിടെ നിന്ന് ചെരുപ്പ് നോക്കി. അപ്പോൾ കാലും ഇട്ടിരിക്കുന്ന ചെരുപ്പാണ് കേട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് നല്ല ഒക്കെ പറ്റി. പിന്നെ ഒക്കെ നിസ്കാരപ്പായ എടുക്കാൻ പോയിട്ടോ, മദ്രസ കൊണ്ടുപോകാനാണ് പറഞ്ഞിട്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ബസ്സകത്തേക്കാണ് ഞങ്ങൾ. ബസ്സാക്കുന്നിടത്തുണ്ടാവുമല്ലോ, പിന്നെ ഇങ്ങനെ ചെട്ടിച്ചാൾ അങ്ങനെ ഓലെടുത്ത് കുറേ സാധനങ്ങളൊക്കെ നോക്കിട്ടോ. വാങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ മറന്നോടെ ബസ്സാകുന്ന അപ്പോൾ നമുക്ക് പോയിക്കാണ്ട് ലൈം കുടിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയിക്കാണ്ട് ലൈം കുടിച്ച് നേരെ പോയിട്ടോ. വന്നപ്പോൾ ഓട്ടോയിലാണെങ്കിലും പോയപ്പോൾ ഞങ്ങൾ പോയത് ബസ്സിനാണ്. ബസ്സിൽ കുറച്ച് അത്യാവശ്യമൊക്കെ തിരക്കുണ്ട്. എന്നാലും എന്നെക്കൊണ്ട് കഴിയുന്ന പോലൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ നേരെ ബസ് ഇറങ്ങിയിട്ട് പോവാണ്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. പിന്നെ അതാ വീട്ടിൽ വന്നിട്ട് ഞാൻ പ്രിൻ്റ് എടുത്തതൊന്ന് കഴിച്ചേക്കാണ്. വേറെ ഒന്നുമല്ല, പ്രിൻ്റ് എടുക്കാൻ നെയിം സ്ലിപ്പ് ഉണ്ടാവുമല്ലോ, മദ്രസ തുറന്നാണല്ലോ. അപ്പോൾ മദ്രസിൻ്റെ പുസ്തകത്തിൽ ഒട്ടിച്ചാൻ വേണ്ടിയിട്ട് നെയിം സ്ലിപ്പ് പ്രിൻ്റ് എടുത്താണ്. അനിയത്തിക്കും അനിയനും ഒരേ പിക്ചർ വെച്ച് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അതിൽ ബാക്കി വന്ന സ്ഥലത്ത് പിന്നെ ഇതിൻ്റെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളും അത് പിന്നെ അങ്ങനെ തന്നെയാണല്ലോ. എനിക്ക് അങ്ങനെ വേസ്റ്റാക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ എൻ്റെ ടു ഡു ലിസ്റ്റോ ജേണലൊട്ടിക്കാനുള്ള വല്ല സ്റ്റിക്കേഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രിൻ്റ് എടുക്കും. അതാകുമ്പോൾ നമുക്ക് വേസ്റ്റ് ആവില്ല, പൈസ ലാഭമാണ്. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് ഫ്രഷായി വന്നതിന് ശേഷം അതൊക്കെ ഒന്ന് കട്ട് ചെയ്തൊക്കെ വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്യാണ്. തന്നെ അത് രണ്ടാക്കി കണ്ടാണ് കേട്ടോ കട്ട് ചെയ്യണത്. അതാകുമ്പോൾ മുറിച്ചാൻ വലിയ ഗതിയുണ്ടാവില്ല. ഞാനിപ്പോൾ കട്ടർ വെച്ചിട്ടാണല്ലോ കട്ട് ചെയ്യണത്, അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ റിസ്ക് ഉണ്ട്. എന്നാലും നമ്മൾ റിസ്ക് എടുത്ത് പണി ചെയ്യണം, അതാണ്. അപ്പോൾ എൻ്റെ ടു ഡു ലിസ്റ്റും അങ്ങനത്തെ ഞാൻ വെട്ടിയിട്ട് ഒരു സൈഡിൽ മാറ്റി വെക്കുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും പ്രിൻ്റ് എടുത്ത് വെച്ചാൽ 2 ടു ഡു ലിസ്റ്റും അതേപോലെ തന്നെ അതിനെ ഒരു സ്ഥലത്ത് ബാക്കി ഉണ്ടായപ്പോൾ ഒരു ജേണൽ ഒട്ടിക്കാനുള്ള ഒരു പിക്ചറാണ് പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഓൾത് രണ്ടാളത് ഒന്ന് വേഗം കട്ട് ചെയ്ത് ശരിയാക്കി വെച്ചിട്ടോ. ആദ്യം ഓൾത് കട്ട് ചെയ്തപ്പോൾ ഒരു ചെറിയൊരു പാട് വന്നു. എന്നുവെച്ചാൽ ഇതുകൊണ്ട് സ്റ്റിക്കർ ഷീറ്റ് കട്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ഇതുണ്ടാവും. ആ സ്റ്റിക്കറിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കീറി വരും. അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കീറി വന്നു. പിന്നെ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ശരിയാക്കിയിട്ട് വെച്ചു കേട്ടോ. ഒരാൾക്ക് 6 വെച്ചിട്ടാണ് പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. അതിൽ 3 എക്സ്ട്രാ പ്രിൻ്റ് എടുത്തതാണ് കേട്ടോ. എങ്ങാനും ഒന്ന് കീറിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പ്രിൻ്റ് എടുത്തതാണ്. അങ്ങനെ ഇപ്പോൾ രണ്ടാളും പ്രിൻ്റ് ഒട്ടിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു അട്ടിക്ക് വെക്കുകയാണ്. പിന്നെ ഓൾക്ക് കൊണ്ടുപോയി കൊടുത്തും ചെയ്തിട്ടോ. ഓൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മടക്കി വെക്കാണ്ടേനു. മഗ്‌രിബ് നിസ്കരിച്ച് കഴിഞ്ഞ ശേഷമാണ് കേട്ടോ ഇത് ടേബിളിൽ കൊടുത്തിട്ടത്. അപ്പോൾ അത് കുറച്ച് മടക്കി വെച്ചതിന് ശേഷം പിന്നെ എനിക്ക് കുറേ ഉണ്ട് മടക്കി വെക്കാൻ. പിന്നെ എനിക്കൊരു നിസ്കാരപ്പായം അടിക്കാനുണ്ടായിരുന്നു, അതൊക്കെ അടിച്ചിട്ടോ. അപ്പോൾ തന്നെ മെഷീൻ ചെറിയതായിട്ടൊരു കേടുവരലും വന്ന് ചെയ്തു. പിന്നെ ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണും വരെ ബായ്.